വിദ്യാരംഭമൊക്കെ കുറിച്ചിട്ട് വസൂട്ടൻ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ വസൂട്ടൻ അങ്കൻവാടിയിലൊന്നും ആക്കിയിട്ടുണ്ടായില്ല. അപ്പം വന്ന് തിരിച്ച് പോയതിന് ശേഷം അങ്കൻവാടിയിലാക്കാനാണ് നമ്മൾ അങ്കൻവാടി എന്താണ് സംഭവം എന്ന് വസൂട്ടൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് പോയിട്ടൊന്ന് ഒരു ദിവസം പോയി ഇരുത്തിയിട്ടുണ്ടായി. വീട്ടിൽ നിന്ന് പോവാന്ന് പറഞ്ഞപ്പം ആൾക്ക് നല്ല ഉഷാറായിരുന്നു കുളിക്കാനും ഡ്രസ്സ് ഇടാനൊക്കെ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു കുറച്ച് ടൈം എടുത്തിന് കേട്ടാ എല്ലാവരെയും കൂടെ പോയി കുറച്ച് നേരം ഇരിക്കാനൊക്കെ. പിന്നെ പാലും മുണ്ടയൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞപ്പം ആള് പോയി എല്ലാവരെയും കൂടി ഇരുന്നു. ആ തക്കത്തിൽ നമ്മൾ നൈസായിട്ടൊന്ന് നടന്ന് മാറി നിന്നു കേട്ടാ. വസൂട്ട് കുറച്ച് നേരം അവിടെ അഡ്ജസ്റ്റ് ആവുമെന്ന് അറിയാൻ നമ്മൾ പിന്നെ നേരെ പോയത് ഏട്ടൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ഒരു ചെറിയ നായ്ക്കുട്ടിയുണ്ട്. ആ നായ്ക്കുട്ടീനെ വീട്ടിലേക്ക് 2 ദിവസത്തേക്ക് കൂട്ടണം. ഈറ്റങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും എൻ്റെ ദേഹത്തോടുന്നത് മാത്രം എനിക്ക് ഇഷ്ടമല്ല. അതേ ടൈപ്പായിരുന്ന രുചി. ഒരു വിധത്തിൽ എങ്ങനെയല്ലോ നായ്ക്കുട്ടീനെ വണ്ടിയിലാക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. ദേവുട്ടിയൊക്കെ വിളിക്കാറ് ജാട്ടു എന്നാണ്. ഇപ്പം വസൂട്ടനും ജാട്ടു ജാട്ടു എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ തന്നെയാണ്. രുചി നായി മേത്ത് തൊടാണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നായിനെയും കൊണ്ട് പോകുമ്പോഴാണ് ഞാൻ നൈസായിട്ട് വീഡിയോ എടുക്കുന്നത്. വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ കോള് വന്നിട്ടുണ്ടായിനി വസൂട്ടൻ നല്ല കരച്ചിലാന്നും പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഒരു വിധത്തിൽ ഓടിക്കേറി നല്ല അലറി വിളിച്ചായിരുന്നു വസൂട്ടൻ്റെ കരച്ചിൽ. താഴെ റോഡ് വരെ അത് കേൾക്കുന്നുണ്ടായിനി. എന്നാലും തിരിച്ച് കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് ഞാൻ നാളെ അങ്കൻവാടി പോവുമെന്ന് ചോദിച്ചാലും വസൂട്ടൻ പോവുക ഓക്കെ ആണ് സെറ്റാന്നൊക്കെയാണ് പറഞ്ഞത്.